കുട്ടി കുട്ടി മിറേഴ്സ് വെച്ചിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആർട്ടാണ് കേട്ടോ ഈ ലിപ്പൻ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കാം, അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നത് ഈ ഒരു MDF ബോർഡാണ്. സ്ക്വയർ ഷേപ്പിലുള്ള 15 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ഒരു MDF ബോർഡ്. സ്ക്വയറിനെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, സർക്കിൾ വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കണ്ടെത്തിയിട്ട് ഞാൻ കോമ്പസ് വെച്ചിട്ട് ഇതിൽ സർക്കിളുകൾ വെച്ചെടുക്കുകയാണ്. ഡിഫറെൻറ്റ് സൈസിലുള്ള സർക്കിളുകൾ. അത് ഞാൻ 2 സെൻറ്റിമീറ്റർ അകലത്തിൽ വരച്ചിട്ടുണ്ട്, 1 സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെ അകലത്തിൽ വരച്ചതാണ്. അതായത് 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, പിന്നെ 6, 7, പിന്നെ 9 ഈ സൈസിലാണ് ഞാൻ സർക്കിളുകൾ വരച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സൈസുകൾ മാറ്റി വരച്ച് കൊടുക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ ഈ മിറേഴ്സൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സെൻറ്ററിൽ വരുന്ന മിറർ എന്ന് പറയുന്നത് എൻ്റെ തീർന്നു പോയൊരു കോമ്പാക്റ്റിൻ്റെ മിററാട്ടോ. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമുക്കിങ്ങനെ വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലായില്ലേ. പിന്നെ മിറേഴ്സ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു നിശ്ചിത അകലത്തിൽ വൃത്തിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ, അതായത് റോ ഒന്നും തെറ്റാണ്ട് നമ്മൾ വൃത്തിയിൽ വരച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം അത് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി തന്നെ പോയി പോട്ടോ. കാരണം ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു പാറ്റേൺ ആണ് കേട്ടോ, ജോമെട്രിക്കൽ പാറ്റേണൊക്കെ പോലെ നല്ല വൃത്തിയിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതിലാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇത് തെറ്റിപ്പോവാണ്ട് നിങ്ങളെല്ലാവരും ഒട്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അത് കവർ ചെയ്തിട്ടും ഒട്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ കാണുന്ന ഒരു പേസ്റ്റ്, ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചല്ലോ. കാരണം ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഈ പേസ്റ്റ് എപ്പോഴും ഉണ്ടാവാൻ, അല്ലെങ്കിൽ നമ്മളുടെ മിററിൻ്റെ മുകളിൽ നിന്ന് അതെല്ലാം ഒലിച്ചു പോകും. അപ്പോൾ ഈ പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് സിമെൻറ്റും ഫെവിക്കോളും വെള്ളവും പിന്നെ കളറും ചേർത്തിട്ട് ആണ് ഈ പേസ്റ്റ് ഉണ്ടാക്കിയെടുത്തത്. അത് ഈ മിറേഴ്സിൻ്റെ ഒക്കെ ഗ്യാപ്പിലൂടെ എല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് തേച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടാണോ തേച്ച് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെച്ചിട്ട് തേച്ച് കൊടുക്കാൻ പറ്റും. അതിൻ്റെ എക്സസ് വരുന്ന പേസ്റ്റ് എല്ലാം നമ്മൾ അതിൽ നിന്ന് എടുത്ത് മാറ്റണം. എന്ന് കഴിഞ്ഞാൽ അതൊരു ഫ്ലാറ്റായിട്ട് ഒരു ഈവനായിട്ട് നിൽക്കുള്ളൂ. പിന്നീട് ഇത് കുറച്ചൊന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള ഈ മിറേഴ്സിൻ്റെ മുകളിലുള്ള പേസ്റ്റെല്ലാം നമ്മളൊരു നനഞ്ഞ കുറച്ച് ഡാമ്പ് ചെയ്തൊരു ടിഷ്യൂ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.